കോഴിക്കോട് ഉള്ളേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ ചികിത്സിച്ച ആശുപത്രിക്കെതിരെ ആരോപണവുമായി അശ്വതിയുടെ കുടുംബം. എന്തിനാണ് കീറിമുറിക്കുന്നത് എന്ന് ഡോക്ടർ ചോദിച്ചു എന്നാണ് ഭർത്താവ് വിവേക് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. ഡോക്ടർ സിസേറിയൻ ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞു. വേദന കൂടിയതോടെ സിസേറിയൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ല. എന്തിനാണ് കീറിമുറിക്കുന്നത് എന്ന് ഡോക്ടർ ചോദിച്ചു. വേദന തുടങ്ങി നിലവിളിച്ചിട്ടും കള്ളം പറയുകയാണെന്ന് പറഞ്ഞുവെന്നും വിവേക് ആരോപിക്കുന്നുണ്ട്. നേരത്തെ കാണിച്ചിരുന്ന ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കാണിച്ചില്ല. സ്ഥിരം കാണിച്ചിരുന്ന ഡോക്ടർ അന്ന് ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നു. ഡോക്ടർ ഉണ്ടെന്ന് കള്ളം പറഞ്ഞുവെന്നും അശ്വതിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും ബന്ധുക്കളെ അറിയിച്ചത് പ്രശ്നം ഇല്ലെന്നാണ്. പിന്നീട് പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണമെന്ന് ബന്ധുക്കളോട് ആവശ്യപ്പെടുകയായിരുന്നു. ബന്ധുക്കളെ അറിയിക്കുന്നതിന് മുൻപ് ആശുപത്രി മാറ്റാൻ നീക്കം നടത്തി. വേറെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആശുപത്രി നേരിട്ടാണ് നീക്കം നടത്തിയതെന്നും അശ്വതിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അശ്വതിയുടെ ആരോഗ്യസ്ഥിതി മറച്ചുവെച്ചെന്നും കുടുംബം പ്രതികരിച്ചു. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ചികിത്സാ പിഴവുണ്ടായെന്ന് കാണിച്ചുകൊണ്ട് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അത്തോളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. എഗരൂർ ഉണ്ണിക്കുളം സ്വദേശി വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ ശിശുവും കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഉള്ളേരിയിലെ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചതായിരുന്നു അശ്വതിയെ. ചികിത്സയ്ക്കിടെ വ്യാഴാഴ്ച പുലർച്ചെ ഗർഭസ്ഥ ശിശു മരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന അശ്വതിയെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയ്ക്കിടെ ഇന്നലെ വൈകുന്നേരം മരണപ്പെടുകയായിരുന്നു. അതേസമയം ചികിത്സാ പിഴവില്ലെന്ന് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് വിശദീകരിച്ചു. BP കൂടിയതാണ് മരണകാരണമെന്നാണ് വിശദീകരണം. ഇരുവരും മരണപ്പെട്ടതോടെ ചികിത്സാ പിഴവ് എന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. ആശുപത്രിക്കെതിരെ കുടുംബം അത്തോളി പോലീസിന് നൽകിയ പരാതിയിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് അവർ പോലീസിനെ സമീപിച്ചതും. ഗുരുതരമായ ആരോപണമാണ് ആശുപത്രി അധികൃതർക്കെതിരെ യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. സെപ്റ്റംബർ 7-നാണ് അശ്വതിയെ പ്രസവത്തിനായി ഉള്ളേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വേദന വരാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച മരുന്ന് വെച്ചിരുന്നു. എന്നാൽ സ്ഥിതി മാറാത്തതോടെ ബുധനാഴ്ചയും മരുന്ന് വെക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിനുശേഷം ബുധനാഴ്ച ഉച്ചയോടെ യുവതിക്ക് പ്രസവവേദന വരികയായിരുന്നു. സാധാരണ സുഖപ്രസവം തന്നെ നടക്കുമെന്നായിരുന്നു ഈ സമയം ആശുപത്രി അധികൃതർ അറിയിച്ചത്. എന്നാൽ രാത്രിയായിട്ടും വേദന സഹിക്കാൻ വയ്യാതായതോടെ യുവതി സിസേറിയൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഡോക്ടറും ആശുപത്രി അധികൃതരും അതിന് കൂട്ടാക്കാതെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇന്നലെ പുലർച്ചെയോടെ ഗർഭപാത്രം തകർന്ന് അശ്വതിയുടെ കുഞ്ഞ് മരണപ്പെട്ടുവെന്നായിരുന്നു ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഗർഭപാത്രം ഉടൻ നീക്കം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ യുവതിയുടെ ജീവൻ അപകടത്തിലാകുമെന്നും ഇവർ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. തുടർന്ന് കുടുംബത്തിന്റെ സമ്മതത്തോടെ ഗർഭപാത്രം നീക്കം ചെയ്യാമെന്ന് അധികൃതർ പറയുകയായിരുന്നു. എന്നാൽ ഇന്നലെ വീണ്ടും അശ്വതിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായതോടെ യുവതിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വന്നിരുന്നു. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് യുവതിയെ മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത്.